എന്ത് തോന്നുന്നു ഇതെല്ലാം കണ്ടിട്ട്? എന്താ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നില്ല? സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. മാധ്യമപ്രവർത്തകരായതിൽ അഭിമാനം തോന്നിയൊരു നിമിഷം നിങ്ങൾക്ക് തോന്നില്ല? അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അതിന് മറ്റൊരാളെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ, മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ പ്രവൃത്തി കൊണ്ട് അത് പൂർത്തിയാക്കി അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രം സേവനം ചെയ്യുന്ന ആളുകളാണ് എന്നൊരു വലിയ തെറ്റിദ്ധാരണ ഇതുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതെ നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ രമ്യയുടെ വീട്ടിലൊക്കെ നടന്നിട്ടുള്ള ഗണപതി ഹോമത്തോടു കൂടിയ ചടങ്ങുകൾ ആ അർത്ഥത്തിൽ ഏതെങ്കിലും തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് പോലും അതിനെ മുഴുവൻ മാറ്റുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഒരു സന്ദേശമാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഓരോ മനുഷ്യനും അവരവരുടെ അഭിമാനകരമായ അസ്തിത്വവും സംസ്കാരവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ സഹവർത്തിത്വത്തിനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് വാസ്തവത്തിൽ ഈ ഗൃഹപ്രവേശത്തിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സന്തോഷ സമയത്ത് ഒരു ചെറിയ കവിതയോ പാട്ടോ? ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം അന്വേഷിച്ചാൽ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യങ്ങളല്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇത്രയും കൗതുകമുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി കൈമാറുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാനിതൊന്നും ബന്ധപ്പെട്ടല്ലാതെ എൻ്റെ ഏറ്റവും പുതിയ കവിത, ഇതുവരെ ഞാൻ പുറത്തിറക്കിയിട്ടില്ലാത്ത കവിതയിലെ 4 വരി ചൊല്ലാം. തുല്യനീതിക്കു വേണ്ടി നാം പാടണം, ഭിന്ന സുസ്വരം കേൾക്കുവാനാവണം, മനുജസാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം, മനുജസാധ്യങ്ങളൊക്കെയും വിളയുവാൻ അയൽ ഹൃദയങ്ങളൊക്കെയും കവരണം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മനുഷ്യന് സാധ്യമായ എല്ലാതും ഈ ഭൂമിയിൽ വിളയിക്കുക, അതായത് നന്മകൾ വിളയിക്കാൻ വേണ്ടി അയൽ ഹൃദയങ്ങളെ കവർന്നുകൊണ്ടേയിരിക്കുകയാണ്. അയൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംശയത്തോടെയും അല്ലെങ്കിൽ വെറുപ്പോടെയും അല്ലെങ്കിൽ അകൽച്ചയോടെയും കണ്ടിരുന്ന എല്ലാവരുടെയും ഹൃദയം കവർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിൽ അഭിമാനിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പാർട്ടിയിലേക്ക് വരാൻ ഞാൻ കൃത്യം 1 മാസം മുമ്പ് എടുത്ത തീരുമാനം ഏറ്റവും ശരിയായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി പങ്കുവയ്ക്കുകയും ചെയ്തു.